ഹായ് ഓൾ, മിസ് കോക്ക്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരളയിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇന്റർവെൽ ബാബു, അദ്ദേഹം അഭിനവ് സുന്ദർ നായിക്കിൻ്റെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് സിനിമയ്ക്കെതിരെ സംസാരിച്ചതായി കണ്ടു. ഇദ്ദേഹത്തിൻ്റെ ഈ ഇന്റർവെൽ ബാബുവിൻ്റെ മൊണ്ണത്തരങ്ങൾ മുൻപും കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായി, ഈ സിനിമയ്ക്ക് ആരാണ് സെൻസർഷിപ്പ് കൊടുത്തത്, ഇതിൽ ഫുൾ നെഗറ്റീവാണ്, ഇത് നൽകുന്ന മെസ്സേജ് മോശമാണ്, ഈ സിനിമ എങ്ങനെ വിജയമായി, ഇത് പ്രേക്ഷകരുടെ അപജയമാണോ അതോ മലയാള സിനിമയുടെ അപജയമാണോ? ആരാണ് ഈ പറയുന്നത്? ഇന്റർവെൽ ബാബു ഒരു ഇവന്റ് മാനേജർ, AMM എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഇവന്റ് മാനേജറാണ്. വേറെ ഒരു പണിയില്ല. ഷമി തിലകൻ തന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വയ്യാത്ത ആളുകൾക്ക് വല്ല തുകയും കൊടുക്കുന്നുണ്ട്, ആദ്യം കൊടുക്കേണ്ടത് ഇന്റർവെൽ ബാബുവിനാണെന്ന്. മനസ്സിലായില്ലേ? ഇയാൾക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ഒരു സിനിമ എന്താണെന്ന് ഒരു സിനിമാ സംബന്ധിയായ ഒരു സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ് പറയുന്നത്. ഒരു സിനിമയിലെ പ്രൊട്ടഗണിസ്റ്റ് പറഞ്ഞ ആരാണ്? നായകനാണോ, ഹീറോ ആണോ? അല്ല, ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രം. ഇപ്പോൾ മങ്കാത്തൽ അജിത്ത് വില്ലനാണെന്ന് പറയുന്ന ആൾക്കാർ, ആ പ്രൊട്ടഗണിസ്റ്റ്. അദ്ദേഹം കേന്ദ്ര കഥാപാത്രമാണ്. ആ കഥാപാത്രം നാച്ചർ, ആ കഥാപാത്രത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ കഥാപാത്രം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ സിനിമയുടെ ആകത്തുകയാണ്. അത് കണ്ട് ആസ്വദിച്ച് മങ്കാത്ത കളക്ട് ചെയ്ത് കണ്ടതല്ലേ? MT എഴുതി IVC സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ ലാലേട്ടൻ എന്താ കാണിച്ചത്? ലോകത്താകമാനം ഇത്തരം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. എത്രയോ എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. വില്ലൻ നായകൻ എന്നുള്ള പ്രൊട്ടഗണിസ്റ്റ്, ഒരു കേന്ദ്ര കഥാപാത്രം അവതരിക്കപ്പെടുമ്പോൾ ആ കഥാപാത്രത്തിന്റെ മാനസികമായിട്ടുള്ള തലങ്ങൾ. ഇതിൽ വിനീത് ശ്രീനിവാസൻ ചെയ്ത ക്യാരക്ടർ നമുക്കറിയാം. മുകുന്ദനുണ്ണി നാർസിസ്റ്റാണ്, സാഡിസ്റ്റാണ്. അത്രയും സ്വയം സ്നേഹിക്കുകയും സ്വന്തം വിജയത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതാണ്. പിന്നെ ഇന്റർവെൽ ബാബു പറഞ്ഞ എന്താണ്? നായികയുടെ സംഭാഷണം കൊള്ളൂലെന്ന്. ഇത് ലാസ്റ്റ് കർമ്മയൊക്കെ ഊക്കി വിടുന്നുണ്ടല്ലോ. നിങ്ങൾ കണ്ടല്ലോ സിനിമ. ഇപ്പോൾ കുറേ പേര് നേരത്തെ കണ്ടതാണ്, ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടതാണ്. അതെ, ലൈഫിൽ ഊമ്പി തെറ്റിന്ന് പറഞ്ഞാൽ അതിനെന്താണ്? ഈ പറയുന്ന ഷഡ്ഡിപ്പുറത്ത് ഇന്ന് കുറേ ക്ലിപ്പിങ്സ് കണ്ടു. ഷഡ്ഡിപ്പുറത്ത് കാമാതുരനായിട്ട് വെള്ളയാടി കളിച്ച ഇന്റർവെൽ ബാബു, അദ്ദേഹത്തിന്റെ ക്ലിപ്പിങ്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് സിനിമയല്ലേ? അപ്പൊ സിനിമ അൾട്ടിമേറ്റ്ലി നൽകേണ്ട മെസ്സേജ് എന്താണ്? ആർട്ട് ഫോർ ആർട്ട് സേക്ക് ഓർ ആർട്ട് ഫോർ ഹ്യൂമൻ സേക്ക് എന്നുള്ള ഒരു തിയറി തന്നെയുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. LJP ആയി കഴിഞ്ഞാലും അമൽനീര ആയി കഴിഞ്ഞാലും ആരെ കഴിഞ്ഞാലും അവരൊന്നും സിനിമയുടെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പറയുന്ന അഭിനവ് സുന്ദർ നായിക്കായി കഴിഞ്ഞാലും അദ്ദേഹം ആർക്കും നന്ദി പറഞ്ഞില്ല. അത്രേ. ആർക്കാണ് നന്ദി പറയേണ്ടത് ഇവിടെ? എല്ലാ സിനിമയിലും ഈ കുനിഞ്ഞു കൊടുക്കുന്ന പരിപാടി. പത്മശ്രീ മെഗാസ്റ്റാർ മമ്മൂട്ടി, പത്മഭൂഷൺ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ, ഇതിങ്ങനെ എഴുതി കാണിക്കുക. അത് തുടങ്ങി പിന്നെ ഇങ്ങനെ എല്ലാ ആളുകൾക്കും എഴുതി കാണിച്ച് എന്തിന്? നിങ്ങളെ ഒരു സിനിമ എടുത്താൽ പോരെ? ഇവരൊക്കെ സുഖിപ്പിച്ചിട്ടും പിന്നെ നിർത്തിയിട്ടുമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, നിങ്ങൾ സിനിമ എടുക്കേണ്ടത്. നട്ടലുള്ള മനുഷ്യൻ അഭിനവ് സുന്ദർ നായിക് മാൻ. ഞാൻ പറയാം, 2022 ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് എന്നല്ല ഞാൻ പറയുന്നത്, ദ ബെസ്റ്റ് ഫിലിം അതാണ് മുകുന്ദനുണ്ണി. അങ്ങനെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള കാലാകാലങ്ങളായിട്ട് ഇവിടെ പിന്തുടർന്നു വരുന്ന എല്ലാத்தைയും പൊളിക്കണം. ജിയോ ബേബി സിനിമ എടുത്തപ്പോൾ എഴുതി കാണിച്ചില്ലേ? ദൈവത്തിന് അല്ല നന്ദി, ആർക്കാ നന്ദി സയൻസിന്. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ വരണ്ട ഇവിടെ. ഇതെല്ലാം കണ്ട് ഒന്നും അറിയാതെ ഇന്റർവെൽ ബാബു വന്നിട്ട് എന്താ പറയുന്നത്? ആ സിനിമയ്ക്ക് എങ്ങനെ പിന്നെ അപ്രൂവൽ കിട്ടിയെന്ന്, സെൻസർ ബോർഡ് എങ്ങനെ ഇതാക്കിയെന്ന്. ഈ സിനിമയുടെ പ്രശ്നം എന്തോ? ആ ക്യാരക്ടർ അങ്ങനെയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണ്ട ഇന്റർവെൽ ബാബുവിന്. അതിന് പോലും ബോധമില്ലാത്ത ഒരാളാണ്. ഒരു സംഘടനയുണ്ട്, സിനിമാ സംബന്ധിയായ സംഘടന തലപ്പത്തിൽ. പിന്നെ സെക്രട്ടറി ഇതാണ് സെക്രട്ടറി. പിന്നെ എല്ലാവരും കണക്കാ കേറുന്ന വിഷയത്തിൽ ഞാൻ പ്രതികരിക്കണം, അത് വിടാൻ നമുക്ക് നൻപകന്മേലത്ത് മയക്കും. ഇങ്ങനെയുള്ള ഒരു തരത്തിലും നട്ടല്ലില്ലാത്ത, ഒരു തരത്തിലും അഭിപ്രായം തുറന്നു പറയാത്ത, എല്ലാവരെയും സുഖിപ്പിച്ചും തലോടിയും ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്കിടയിലേക്കാണ് അഭിനവ് സുന്ദർ നായിക്കിനെ പോലത്തെ ആളുകൾ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലത്തെ മാലിന്യങ്ങൾ ആണ് മലയാള സിനിമയുടെ തലപ്പത്തിരിക്കുന്നത്. ഇന്റർവെൽ ബാബുവിനെ പോലെയുള്ള
ഇവരൊക്കെ ഇപ്പോഴും വണ്ടി കിട്ടാതെ ഇരിക്കുകയാണ്. അതും കൊണ്ട് പറഞ്ഞിട്ട് ഇതുപോലത്തെ എന്താ പറയുക, മലയാള സിനിമയുടെ ഭാവിയെ എങ്ങോട്ട്